അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തുവാ ഞാൻ എൻ്റെ സ്നേഹബഡ് ഗാഡ്ജറ്റ്സ് വ്ളോഗിനകത്ത് ഞാൻ വ്ളോഗ്സൊക്കെ കുറേ നാളായി ഇടാത്തത്. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗ് ഇടാൻ വിചാരിച്ചു. ഇന്ന് ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു, അപ്പോൾ ഒരു വ്ളോഗ് ഇടാൻ വിചാരിച്ചു ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിനകത്ത് കൂടുതൽ ഞാൻ ഗെയിമിംഗ് വീഡിയോസിലായിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് കൊടുത്തോണ്ടിരുന്നത്. കാരണം അതിനകത്ത് ഫസ്റ്റ് വീഡിയോ വന്നിട്ട് ഞാൻ ഇട്ടും അത്യാവശ്യം വ്യൂസും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഞാൻ കുറേ ദിവസം അതിനകത്ത് വീഡിയോ ഇട്ട് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ടൈം കിട്ടുമ്പോൾ ഞാൻ ഗെയിമിംഗ് വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നല്ല നല്ല ഗെയിംസ് കുറച്ച് റിസർച്ച് ചെയ്ത ശേഷം അത് റെഗുലറായിട്ടുള്ള വീഡിയോ ഞാൻ ഗെയിമിംഗ് വീഡിയോസിലാണ് ഇപ്പോൾ ഞാൻ ഇടാറുള്ളത്. അതായത് അതിനകത്ത് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. 3 സബ്സ്ക്രൈബറേ ഉള്ളത് കേട്ടോ. ഓക്കെ, എന്നാലും അതുകൊണ്ടാണ്. അപ്പോൾ വ്യൂസൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. എന്നാലും ഗെയിമിംഗ് ചാനൽ തുടങ്ങിയിട്ടും ആൾക്കാർ അതിനകത്ത് കയറാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ മാക്സിമം ഗെയിമിംഗ് വീഡിയോസ് ഇടുന്നുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് പറയുന്നുണ്ട് അതിനകത്ത്. കാണാത്തവർ സ്നേഹബഡ് ഗെയിമിംഗ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ടി വി ആണ് സംഭവം. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊന്ന് ടി വി ഓൺ ചെയ്യാം. ടി വി ഓൺ ചെയ്ത ശേഷം റിമോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ ആയിരിക്കും റിമോട്ട്. അപ്പോൾ ഞാൻ ഇവിടെ യൂട്യൂബ് എടുക്കാം. അപ്പോൾ ഗൈസ് ഗ്രീൻ ലൈൻ വന്നിരിക്കുകയാണ് ഗൈസ് കേട്ടോ. ഞാൻ വിശദമായിട്ടൊന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. ഗ്രീൻ ലൈന് വന്നിരിക്കുകയാണ് ഗൈസ് കേട്ടോ. ഓക്കെ, വളരെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഗൈസ് കേട്ടോ. അതായത് ഇവിടെ ഒരു വരയുണ്ട്, പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് വരത്തേ ഉള്ളൂ. ഇവിടേന്ന് താഴെ വരെ ഗ്രീൻ ലൈന് വന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ സൂം ചെയ്ത് കാണിക്കുകയാണ്. കണ്ടോ, ഒരു വലിയൊരു ഗ്രീൻ ലൈൻ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. അത് നല്ല കറക്റ്റ് ഗ്രീൻ കളറാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ടി വിയുടെ സ്ക്രീനിൽ തൊടാനോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാൻ പോയിട്ടില്ല. ഈ ടി വി എന്ന് പറയുന്നത് വെറുതെ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കൊക്കെ കാർട്ടൂൺസ് അങ്ങനത്തെ എന്തെങ്കിലും നോക്കത്തേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ സ്ക്രീനിൽ വേറെ എക്സ്ട്രാ സ്ക്രീൻ ഗാർഡോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ ഇപ്പോഴത്തെ കിട്ടത്തില്ല LCD സ്പ്രേ, അതൊന്നും നമ്മൾ ഉപയോഗിക്കത്തില്ല. നമ്മൾ ടി വിയുടെ സ്ക്രീനോ ഇല്ലെങ്കിൽ ടി വി നമ്മൾ തുടയ്ക്കും. പക്ഷേ ഇതിൻ്റെ പ്ലാസ്റ്റിക് ഭാഗം ഉണ്ടല്ലോ, ഈ പ്ലാസ്റ്റിക് ഭാഗം മാത്രമേ നമ്മൾ തുടയ്ക്കത്തേ ഉള്ളൂ. അല്ലാണ്ട് സ്ക്രീനിൽ നമ്മൾ ടച്ച് പോലും ചെയ്യത്തില്ല ഗൈസ്. അതാണ് ഒരു വലിയ ഫാക്റ്റ് എന്ന് പറയുന്നത്. ചില ഇപ്പോൾ ഒരു കമ്പനിക്കാർ മറ്റേ LCD സ്പ്രേ അത് ഇറക്കുന്നുണ്ട്. അത് ഒരിക്കലും അടിക്കില്ല ടി വിയുടെ സ്ക്രീൻ 100% അടിച്ചു പോകും ഗൈസ് കേട്ടോ. ഓക്കെ, അത് സ്മാർട്ട് വാച്ച് ആയാലും ഏത് ഡിസ്പ്ലേയിൽ അത് അടിച്ചു പോകുന്നു. അതെന്ന് പറയുന്നത് ഒരു ആസിഡാണ്. അപ്പോൾ ഈ ആസിഡ് സ്ക്രീനിൽ അടിക്കുമ്പോൾ സ്ക്രീനിൽ പിക്സാലിറ്റി കുറയ്ക്കും. ലാസ്റ്റ് സ്ക്രീന് മൊത്തം ബ്ലാക്ക് ആവും, സ്ക്രീനിൻ്റെ ക്വാളിറ്റിയൊക്കെ പോകും. കണ്ടോ, ഇപ്പോൾ ഞാൻ സ്പ്രേ ഒന്നും അടിച്ചിട്ടില്ല. ഇതിങ്ങനെ ഇരുന്ന ഒരു ടി വിയാണ്. ഇവിടെ ഇങ്ങനെ ഫിക്സ്ഡ് ആയ ഒരു ടി വിയാണ്. തനിയെ ഇങ്ങനെ വന്നതാണ് ഗൈസ്. ഇവിടെയും ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ വാറൻറ്റിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഓൾമോസ്റ്റ് വാറൻറ്റി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ വാറൻറ്റി കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ മാറാൻ പറയും. അപ്പോൾ വാറൻറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റായിട്ട് കാണാം. വാറൻറ്റി ഉണ്ടെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് ടി വി കിട്ടിയാണ്. പക്ഷെ വാറൻറ്റി കഴിഞ്ഞു. ഇനി എനിക്ക് വേറെ ടി വി വാങ്ങണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാം, ഇല്ലെങ്കിൽ ഡിസ്പ്ലേ മാറ്റാൻ പറ്റും. ഡിസ്പ്ലേ മാറ്റാൻ ഒരു അപ്രോക്സിമേറ്റ് ഓൾമോസ്റ്റ് 2000 5000 അടുത്താവും കേട്ടോ. ഓക്കെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു ഗ്രീൻ ലൈൻ മാത്രമേ ഉള്ളൂ. ബാക്കി ക്ലാരിറ്റിയൊക്കെ അങ്ങനെ ഉണ്ട് ഗൈസ് കേട്ടോ. പക്ഷെ എപ്പോൾ ഈ ഒരു ടി വി അടിച്ചു പോകുമെന്ന് ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് പറയാനൊക്കത്തില്ല. എപ്പോൾ വേണം നമ്മുടെ ടി വി അടിച്ചു പോകാൻ സാധ്യതയുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഡയനോറയാണ്, കമ്പനി അല്ല. അതുകൊണ്ട് തന്നെ
ഇത് ഇതിൻ്റെ ഒഫീഷ്യൽ ഷോറൂമും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത് ഞാനൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ ഇനി അവരുടെ കടയിൽ കുറച്ച് ടി വികളേ ഉള്ളൂ, 2-3 യൂണിറ്റ് ടി വികളേ ഉള്ളൂ കേട്ടോ. പിന്നെ 55 ഇഞ്ചിൻ്റെ ഒരു സാംസങ്ങിൻ്റെ ടി വി ഉണ്ടായിരുന്നു എടുക്കാൻ പോയപ്പോൾ. പക്ഷെ അത്ര വലിയ ടി വി ഒന്നും വേണ്ട ഗൈസ് കേട്ടോ. ഓക്കെ, ഇത് കുറഞ്ഞ വിലയ്ക്ക് ഞാൻ എടുത്തൊരു ടി വിയാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എനിക്ക് ലാപ്ടോപ്പ് ഉണ്ട്, പക്ഷെ ഞാൻ ലാപ്ടോപ്പിൻ്റെ കാട്ടിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ടി വി ആണ് ഗൈസ് കേട്ടോ. ഓക്കെ, ടി വി ആണ്. കാരണം ലാപ്ടോപ്പ് ആകുമ്പോൾ നമ്മളിവിടെ ടേബിൾ വെച്ച് നമുക്കിങ്ങനെ അതിലൊരു ഒരു കാണുമ്പോൾ ഒരു സുഖം കിട്ടത്തില്ല. അപ്പോൾ നമുക്കിവിടെ കിടന്നുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഒരു ടി വി കാണാനുള്ള ഒരു സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ടി വി ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് നോക്കാം, അത് നമുക്ക് റിപ്പയർ ചെയ്യാൻ നോക്കാം ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് റിപ്പയർ ചെയ്യാൻ പോകുന്നില്ല, പക്ഷേ നമ്മൾ റിപ്പയർ ചെയ്യും ഗൈസ് കേട്ടോ. ഓക്കെ, നമ്മൾ ഉറപ്പായിട്ട് തന്നെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ മോട്ടറോള സിഗ്നേച്ചറിൻ്റെ ആഡ് തകർത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് കേട്ടോ. മോട്ടറോള സിഗ്നേച്ചർ ഇതാണ് ഗൈസ്, മോട്ടറോള സിഗ്നേച്ചർ 52,999 രൂപയ്ക്കാണ് ഗൈസ് ഇത് ഓക്കെ വിൽക്കുന്നുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ എടുക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ദിസ് ഈസ് വിജയ് സാനി.